Something hot. I'd never eat a hot pani puri. ചാട്ട് ഐറ്റംസിന്റെ പേരിൽ എത്ര വലിയ സ്കാമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കണേന്ന് അറിയാം ഗൈസ്. ഇതാണ് അത്ര ഇവരുടെ മസാലപ്പൂരി. ഇത് ഞാൻ റീസെന്റ് ശംഖുമുഖം ബീച്ചിൽ പോയപ്പോ വാങ്ങിയ ഒരു മസാലപ്പൂരിയാണ്. ഇതിനെ മസാലപ്പൂരി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിച്ച തന്നെ നിങ്ങൾ അടിക്കുന്നത് എനിക്കറിയാം. കാരണം ഒരിക്കലെങ്കിലും മസാലപ്പൂരി കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതെങ്ങനെ ഇരിക്കുക, അതിന്റെ ടേസ്റ്റ് എന്താണ്. ഇവന്മാരിവിടെ കുറച്ച് പൂരി പൊടിച്ചിട്ട് അതിന്റെ മുകളിൽ ഉരുളക്കിഴങ്ങ് അവിച്ച വെള്ളവും ഒഴിച്ച് കുറച്ച് സേവ് ഇട്ട് കൊടുക്കുന്നതാണ് മസാലപ്പൂരി. ആൻഡ് അവർ ചാർജ് ചെയ്യുന്നത് 60 രൂപയാണ്. എത്ര വലിയ സ്കാമാണ് നോക്കുന്നത്. ഇത് ഞാൻ അവിടെ വെച്ചിട്ട് ആളുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇതിന് ഇത്ര രൂപ നിങ്ങൾ ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാ എന്നൊക്കെ ചോദിച്ചപ്പോഴും ആൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ത് കൊടുത്താലും വാങ്ങിച്ചേക്കാൻ ആളുണ്ടെന്നുള്ളൊരു പാവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവന്മാരെ ഇങ്ങനെയുള്ള ഊടായ്പ പരിപാടികൾ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് കഴിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, 60 രൂപ ഇവന്മാർ ചാർജ് ചെയ്തും കൂടെ ആലോചിച്ചപ്പോ എനിക്ക് ഇറക്കാൻ വയ്യ. എന്റെ ചേച്ചി ഇത് ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്. ഇങ്ങനെ എത്രയോ പേര് അവിടെ വന്നിട്ട് ഈ സാധനമൊക്കെ വാങ്ങി ഇതാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നുണ്ടാവും. എനിക്ക് മാത്രമല്ല, 2 നോർത്ത് ഇന്ത്യൻ ഗേൾസ് അവിടെ വന്നിട്ട് പാനിപ്പൂരി വാങ്ങിച്ചിട്ട് ഇവന്മാര് മസാലപ്പൂരിയിൽ ഒഴിച്ചു വന്ന ഇതേ സാധനം തന്നെ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു. ആ കുട്ടീന്റെ ഒരു റിവ്യൂ ഞാനോട് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്ക്. Hi, myself Ritu. How is the pani puri? It was not a pani puri actually. The stuffing was very hot. It was not a potato stuffing. I don't know what. Yeah, kind actually of, only potato there, right? Yeah, no, it's something. I don't know what the stuffing, but it was a hot, something hot. I'd never eat a hot pani puri. He can't even hold that pani puri, and then he was like, "यहाँ पर ऐसा ही मिलता है." കേട്ടല്ലോ, ഇവന്മാര് വെറും ദാഷ്യാണ് നടക്കുന്നത്. മാത്രല്ല, ഞാൻ 1-2 ഷോപ്പിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സെയിം അവസ്ഥയൊക്കെ തന്നെ. ഒരു ഷോപ്പിൽ കയറിയപ്പോണ്ട് രസം ഉണ്ടാക്കി വെച്ചിട്ട് അത് മസാലപ്പൂരിയിൽ ഒഴിച്ചു കൊടുക്കാനാണ്. എന്തൊരു അവസ്ഥയാ നോക്കുന്നേ.